ഇന്നലെ രാജസ്ഥാനുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോളിൽ ജയിച്ചുവെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ ആരാധകർക്ക് ഭേദപ്പെട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ മികച്ചൊരു ഗെയിം പ്ലാനുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ ഡിഫൻസിൽ നിന്നും ഒരു ത്രൂ നമ്മുടെ ജുവാൻ റോഡ്രിഗസ് ഡയറക്റ്റ് മിഡ്ഫീൽഡിലേക്ക് കൊടുക്കുകയാണ്. അവിടെ ആ ഒരു പന്ത് എടുക്കുന്നതും കളക്ട് ചെയ്യുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റത്തിന് സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള കോൾഡ് ഒബിയറ്റയാണ്. അവിടെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇദ്ദേഹം ഒരു മധ്യനിരയിലേക്ക് വന്നതിനാൽ ഡ്രോപ്പ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. അങ്ങനെ പന്ത് കളക്ട് ചെയ്ത് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് വിപിൻ മോഹന് കൊടുക്കുകയാണ്. വിപിൻ മോഹന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ലൂണയുടെ ആ ഒരു പൊസിഷനും ലൂണയുടെ ആ ഒരു ഇൻഡിക്കേഷനും കാണുക. ലൂണ കൃത്യമായിട്ടുള്ള ഇൻഡിക്കേഷൻ നൽകുന്നുണ്ടായിരുന്നു പന്ത് ഷെഹീഫിന് നൽകുവാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പ്ലാനിങ് വളരെ വ്യക്തമാണ്. ഒരു ക്വിക്കായിട്ട് മധ്യനിരയിൽ നിന്നും ഒരു ഔട്ട് ബോൾ മാറി ഒരു വിങ്ങിലേക്കുള്ളൊരു സ്വിച്ച് ഓവർ നടത്തുകയാണ്. അപ്പോൾ അതുവഴി ആ ഒരു മധ്യനിരയിൽ ഒപ്പോണം പ്ലേസിൻ്റെ 3 താരങ്ങളെ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഈ വിഷ്വലിൽ കാണുമ്പോൾ മനസ്സിലാൻ പറ്റും. ഈ 3 താരങ്ങളുടെ ആ ഒരു ഫ്രീ സ്പേസ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിഡ് ത്രൂ വിങ്ങുകളിലേക്ക് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ആക്രമണങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ചില സിറ്റുവേഷനിലൊക്കെ കോൾഡ് ഒബിയറ്റയുടെ ഒപ്പം അഡ്വാൻസ് ചെയ്ത് പ്രഷർ ചെയ്യുന്ന ലൂണയെ കൂടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വിഷയം നമുക്കറിയാം. പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ കോൾഡ് ഒബിയറ്റയുടെ തൊട്ട് മുന്നിൽ തന്നെയാണ് ലൂണ കളിക്കുന്നത്. ചില സമയങ്ങളിലൊക്കെ കോൾഡ് ഒബിയറ്റ പുറകോട്ട് ഇറങ്ങിപ്പോകുമ്പോഴും മുന്നിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ലൂണയാണ്. നേരെ തിരിച്ചാണെങ്കിൽ ചില സമയത്ത് കോൾഡ് ഒബിയറ്റ് ഇറങ്ങി ചെല്ലുമ്പോൾ അതേ സമയം ബാക്കിലേക്കും ചെന്ന് ആ ഒരു മിഡ് കൈകാര്യം ചെയ്യാൻ ലൂണ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിഷ്വല് രാജസ്ഥാന്റെ ലെഫ്റ്റ് വിങ്ങിൽ കൂടിയുള്ള ഒരു ആക്രമണമാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ്ങിൽ കളിക്കേണ്ട പ്ലെയറാണ് സന്ദീപ് സിംഗ്. അവിടെ സന്ദീപ് സിംഗിന്റെ ആ ഒരു പൊസിഷൻ നോക്കുക. ആ ഒരു വിങ് ബാക്കിൽ സന്ദീപ് സിംഗ് ഇടപെടൽ നടത്തേണ്ട ആ ഒരു പൊസിഷനിലാണ് സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ജുവാൻ റോഡ്രിഗസ് ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ജുവാൻ റോഡ്രിഗസ് ആ ഒരു പന്ത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ആ ഒരു ക്വിക്കായിട്ട് സന്ദീപ് സിംഗിനോട് ജുവാൻ റോഡ്രിഗസ് പറയുന്നുണ്ട് പൊസിഷനിലേക്ക് ആ ഒരു കൈ കൊണ്ടുള്ള ഇൻഡിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്നത്തെ ആ ഒരു മത്സരം കണ്ടിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ജുവാൻ റോഡ്രിഗസിൽ നിന്നും ഒരുപാട് നല്ലൊരു ക്വാളിറ്റി പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റി. ആ ഒരു പ്രതിരോധത്തിൽ മൊത്തം ആ ലീഡർഷിപ്പ് വഹിക്കാൻ പറ്റിയൊരു താരം തന്നെയാണ് ഇദ്ദേഹം. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഗോളുകളൊന്നും വഴങ്ങാത്തതിന് തീർച്ചയായിട്ടും 100-ൽ 100 മാർക്ക് അർഹിക്കുന്ന ഒരു പ്ലെയറാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ജുവാൻ റോഡ്രിഗസ്. ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പെർഫോമൻസിൽ നമ്മുടെ മിഗേൽ സ്റ്റെഹ്റയുടെ ഒരു സീസൺ ആയിരുന്നെങ്കിൽ ഇതിന് പ്രധാനപ്പെട്ട കാര്യം മിഗേൽ സ്റ്റെഹ്റയുടെ ഒരു ഹൈലൈൻ ഡിഫൻസിൽ ആയിരുന്നു ഇങ്ങനെ ഒരു മത്സരമായിരുന്നു എങ്കിൽ ഒരു പക്ഷേ 2-3 അധികം ഗോൾ ബ്ലാസ്റ്റേഴ്സ് ഇതേ സമയം വഴങ്ങേണ്ടി വന്നേനെ. അടുത്തത് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ നിന്നും ബികാശുമ്യം നൽകുന്ന ഒരു ലോങ് ബോളാണ്. ആ ലോങ് ബോൾ ചെന്നെത്തുന്നത് വിങ്ങിൽ നമ്മുടെ കൊറൂസിങ്ങിലേക്കാണ്. കൊറൂസിങ് ആ ഒരു പന്ത് 1 ടച്ചിലൂടെ തന്നെ നമ്മുടെ ഡാനിഷിലേക്ക് കൈമാറി. ഡാനിഷിലേക്ക് പന്ത് ചെന്നെത്തുമ്പോൾ തന്നെ ഒപ്പോണന്റ് ഡിഫൻഡേഴ്സ് പ്രഷർ ചെയ്ത് മുമ്പിലേക്ക് വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു വിധേന ആ ഒരു പന്ത് ഡാനിഷ് തന്നെ എടുത്ത് മുന്നിലേക്ക് അറ്റാക്കിംഗ് മിഡിലേക്ക് ലൂണയിലേക്ക് ആ ഒരു പന്ത് കൈമാറുകയായിരുന്നു. ലൂണ ആ ഒരു പന്ത് വളരെ ക്വിക്കായിട്ട് തന്നെ വിങ്ങിലേക്ക് നിഹാൽ സുധീഷിലേക്ക് കൈമാറി മികച്ചൊരു ആക്രമണം കൊണ്ടുവരികയായിരുന്നു. മധ്യനിരയിൽ ഗെയിം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ വിങ്ങിലേക്കാണെങ്കിലും ആ ഒരു സ്വിച്ച് ഓവർ നടത്തിയതിനു ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ടീമിന് നൽകാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ ഈ ഒരു വിഷ്വലിൽ കാണുന്ന പോലെ തന്നെ മധ്യനിരയിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ക്വിക്കായിട്ട് ബ്ലാസ്റ്റേഴ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പ്രതിരോധത്തിൽ നിന്നും ഒരു ലോങ് ബോൾ നൽകുക എന്നല്ലാണ്ട് മധ്യനിരയിൽ നിന്നും ഒരു ലോങ് ബോൾ സെൻട്രൽ ഫോർവേഡിലേക്ക് ഇതുവരെ എത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പലതവണയായിട്ട് കോൾഡ് ഒബിയറ്റ ഒറ്റപ്പെട്ട് കളിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മുന്നേറ്റ നിരയിൽ ആ ഒരു വിങ്ങുകളാണല്ലോ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ആക്രമണങ്ങൾ കേന്ദ്രീകരിക്കുക. ആ ഒരു ക്രൗഡ് ഏരിയ മനസ്സിലാക്കിയിട്ട് ലെഫ്റ്റ് വിങ്ങിൽ അത്രയും ഒരു ക്രൗഡാണ്. പെട്ടെന്നുള്ള ഒരു ആ റൈറ്റ് വിങ്ങിലേക്കുള്ള ഒരു ക്വിക്ക് സ്വിച്ച് ഓവർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഷെഹീഫ് ഫ്രെഡിയിലേക്ക് കൊടുക്കുന്നു. ഫ്രെഡി ഡയറക്റ്റ് സ്വിച്ച് ഓവർ ചെയ്തിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിലേക്ക് ജുവാൻ റോഡ്രിഗസിലേക്ക് കൈമാറുന്നു. ജുവാൻ റോഡ്രിഗസ് അത് ഡയറക്റ്റ് സന്ദീപ് സിംഗിലേക്ക് കൊടുക്കുകയാണ്. സന്ദീപ് സിംഗ് ആ ഒരു മുന്നിലേക്ക് ഓടി നിൽക്കുന്ന കൊറൂസിങ്ങിനെ കണ്ടുകൊണ്ടായിരിക്കണം ഡയറക്റ്റ് ആ ഒരു ത്രൂ കൊറൂസിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മികച്ചൊരു സ്വിച്ച് ഓവർ കൊറൂസിങ്ങിലേക്ക് കിട്ടിയതിന് ശേഷം ആ ഒരു ഡി ബോക്സിന്റെ എൻഡിൽ പോയിട്ട് മികച്ചൊരു തവണ ഇരുന്ന് കണ്ട് ഡീകോഡ് ചെയ്തിട്ടാണ് ഈ ഒരു വിഷ്വൽ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ഒരു അനാലിസിസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കുറേ ആരാധകർ കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് ഈ ഒരു മത്സരത്തെക്കുറിച്ചുള്ള മുഴുവൻ വിശദീകരിച്ചിട്ടുള്ളൊരു ഡീകോഡിങ് വീഡിയോ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് മാത്രമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എൻ്റെ ഈ ഒരു പുതിയ സെനിറ്റ്സ് ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു ചാനലിലെ ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് നോക്കുകയാണെങ്കിൽ ചുരുങ്ങിയൊരു ഫാമിലിയാണ് നമ്മുടെ. ഒരു 300-350 സബ്സ്ക്രൈബർ മാത്രമേ ഉള്ളൂ നിലവിൽ ഇപ്പോൾ ഈ ഒരു ചാനലിൽ. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ 1K അല്ലെങ്കിൽ അതിലധികം സബ്സ്ക്രൈബേഴ്സോ ആയിട്ട് നമുക്ക് മാറാൻ കഴിയും.
പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. എൻ്റെ ചാനൽ കണ്ട് എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി അത് പറഞ്ഞുകൊണ്ടിരുന്ന് ബോറടിപ്പിക്കാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു പുതിയ പരിശീലകൻ്റെ ആ ഒരു സിസ്റ്റം ബ്ലാസ്റ്റേഴ്സിൽ എത്രത്തോളം ഇംപ്ലിമെൻ്റ് ആയെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആകെ കൂടെ ഒറ്റൊരു മത്സരം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയാനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ബ്ലാസ്റ്റേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. എങ്കിൽ കൂടെ ആ ഒരു മധ്യനിരയിലൊക്കെ കഴിഞ്ഞതിൻ്റെ സീസണിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഒരുപാട് മിസ് പാസുകൾ. അതും ആ ഒരു ഫൈനൽ തേർഡിലേക്കൊക്കെ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം. വൺ ടച്ച് കളിച്ച് മുന്നേറുമ്പോൾ തന്നെ ഒരുപാട് മിസ് പാസുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മത്സരങ്ങളിൽ അതും കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ചെറിയൊരു അല്ലറ ചില്ലറ മിസ് പാസുകളല്ലാതെ അങ്ങ് പറയക്കത്തക്ക വിധ മിസ് പാസുകളൊന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാല വലിയൊരു കയ്യടി അർഹിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരൊറ്റ മത്സരത്തിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് ഔട്ട്പുട്ട്സ് ബ്ലാസ്റ്റേഴ്സ് പരിശീലകന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു മിഡിൽ തന്നെ ഒരുപാട് ഫ്രണ്ടിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് പരിഗണിക്കാതെ വിങ്ങിലേക്കുള്ള ഒരു കൈമാറ്റം അത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് പലതവണയായിട്ട് ദൂഷ്യം സംഭവിച്ചിട്ടുണ്ട്. അത് മികച്ചൊരു ആക്രമണം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, സംഭവം ശരിയാണ്, റെഡിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു ഫൈനൽ തേർഡിലേക്ക് ഇപ്പോൾ കൊറൂലേക്കാണെങ്കിലും നിഹാലിലേക്കാണെങ്കിലും ആ ഒരു ഡി ബോക്സിൻ്റെ എൻഡിലേക്ക് പോയി കഴിഞ്ഞിട്ട് വലിയൊരു മികച്ചൊരു പ്രോഗ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ്. മറിച്ച് അതേസമയം ആ ഒരു സെൻട്രൽ ഫോർവേഡിലേക്ക് ആ ഒരു പന്ത് ഡൈവേർട്ട് ചെയ്തെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. എന്ന് വെച്ച് ബ്ലാസ്റ്റേഴ്സ് ആക്രമണങ്ങളൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല എന്നല്ല, ഫൈനൽ തേർഡിൽ മികച്ചൊരു ഔട്ട്പുട്ട് ബ്ലാസ്റ്റേഴ്സ് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എങ്കിലും ചില ആരാധകർ പറയുന്നുണ്ടായിരുന്നു ഗ്രൗണ്ട് കണ്ടീഷൻ വളരെ മോശമായിരുന്നു, ഇതേ കാരണത്താലാണ് ബ്ലാസ്റ്റേഴ്സ് നമ്മൾ വിചാരിച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനെന്നൊക്കെ. ഇതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇവരൊക്കെ പ്രൊഫഷണൽസ് ആണ്, ഈ യൂട്ടിലിറ്റിയൊക്കെ മറികടന്ന് വന്നിട്ടുള്ള താരങ്ങളാണ്. ഇവർക്ക് എന്ത് ഗ്രൗണ്ട് കണ്ടീഷൻ എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, നിങ്ങൾ പറയുന്ന പോലെ അത്രക്ക് മോശം കണ്ടീഷനായിരുന്നോ? ആകെ കൂടി മഴ നനഞ്ഞ് കുറച്ച് സ്ലിപ്പറി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ആരാധകരുടെ ആ ഒരു ഫീലിങ്സ്, ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ ടീമാണെന്നുള്ളൊരു വികാരത്തിനപ്പുറം ആരാധകർ കൂടുതലൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷേ വേറൊരു കാര്യം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ ഒരു മത്സരമാണ്. ടീം മൊത്തം ഒന്ന് യൂണിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. അത് ട്രെയിനിങ്ങിനിടയിലും ആദ്യത്തെ 1-2 മത്സരങ്ങൾക്ക് ശേഷം മാത്രമേ അതൊന്ന് കറക്ഷൻ ചെയ്യാനായിട്ട് കോച്ചിനാണെങ്കിലും താരങ്ങൾക്കാണെങ്കിലും കഴിയത്തുള്ളൂ. സോ ആദ്യത്തെ ഒരു മത്സരത്തിന് ശേഷം കമൻറ്റ് ബോക്സുകളൊക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആരാധകർ നെഗറ്റീവായിട്ടൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര മോശമാട്ടോ. സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടച്ചങ്ങോട്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നല്ലൊരു ഇമ്പാക്റ്റ് കഴിഞ്ഞ സീസണിൽ നിന്നൊക്കെ ഒരുപാട് നല്ല ഇമ്പാക്റ്റ് ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം എന്താ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ കുറച്ച് സമയം കൊടുക്കുക. നമ്മളൊക്കെ കാൽപന്ത് സ്നേഹികളല്ലേ, നമുക്കറിയാം അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്സ്, എത്ര പ്രഷർ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയം കൊടുക്കുക. ടീമിന് ഇതിന് നല്ലൊരു പെർഫോമൻസ് വരുന്ന മത്സരങ്ങളിൽ തീർച്ചയായിട്ടും നടത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കായിക ലോകത്തെ പുതുപുത്തൻ വിശേഷങ്ങളുമായിട്ട് സെനിക്സ് ഫുട്ബോൾ വീണ്ടും എത്താം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുമ്പോഴത്തേക്കും.